ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ചോട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയതെന്നാണ് വിവരം. എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂം ബോയ് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നവാസിനെ മുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ച നവാസ് മിമിക്രിയിലൂടെയാണ് കലാരംഗത്തെത്തിയത്. കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്കുയർന്നത്. നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ്. ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് ഭാര്യ. മക്കൾ നഹറിൻ, റിദ്വാൻ, റിഹാൻ. 2023 മികച്ച നടന്മാർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും. മികച്ച നടി റാണി മുഖർജിയാണ്. മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ വിജയരാഘവനും ഉർവശിയും നേടി. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് സുദീപ്തോ സെന്നിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിലാണ് മികച്ച ഫീച്ചർ സിനിമ. ജവാൻ എന്ന ചിത്രത്തിനാണ് ഷാരൂഖിനു പുരസ്കാരം. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത്. ഗുജറാത്തി നടി ജാനകി ബോദിവാലയോടൊപ്പമാണ് ഉർവശി പുരസ്കാരം പങ്കിട്ടത്. വിജയരാഘവനും MS ഭാസ്കർ എന്നിവരെ മികച്ച സഹനടന്മാരായി തിരഞ്ഞെടുത്തു. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവന് പുരസ്കാരം. പാർക്കിങ്ങിലെ അഭിനയമാണ് ഭാസ്കറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പാർക്കിംഗ് ആണ് മികച്ച തമിഴ് ചിത്രം. GV പ്രകാശ് കുമാറാണ് മികച്ച സംഗീത സംവിധായകൻ. ആനിമൽ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കിയ ഹർഷവർദ്ധൻ രാമേശ്വർ അവാർഡിന് അർഹനായി. 2018 എന്ന ചിത്രത്തിന് രംഗമൊരുക്കിയ മോഹൻദാസ് ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. പൂക്കാലം എന്ന ചിത്രത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റർ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ വിവാദമായ ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകിയത് അവഹേളനമാണെന്നും കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിലൂടെ അവഹേളിച്ചത് ഇന്ത്യൻ സിനിമയുടെ പാരമ്പര്യത്തെയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്വേഷ ക്യാമ്പയിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ടാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയതെന്നും ഇത് അംഗീകരിക്കാനാകില്ല എന്നും VD സതീശൻ പറഞ്ഞു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചത് അങ്ങേയറ്റം ഖേദകരമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ദി കേരള സ്റ്റോറിക്ക് ലഭിച്ച അംഗീകാരം മറ്റു പുരസ്കാരങ്ങളുടെ മൂല്യം തന്നെ കുറയ്ക്കുന്ന ഒന്നാണ്. ഇത് കലയോടുള്ള നീതിയല്ല, മറിച്ച് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്നും ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്തിന്റെ ഭൂസ്വരതയ്ക്ക് ഒട്ടും ചേരുന്നതല്ലെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും മതവിദ്വേഷം വളർത്താനും ഉദ്ദേശിച്ചുള്ള ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ നൽകിയത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചു. മതനിരപേക്ഷതയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സിനിമയുടെ മഹത്തായ പാരമ്പര്യത്തിന് ഇത് അപമാനമാണ്. ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കാൻ കലയെ ഒരു ആയുധമാക്കി മാറ്റാനുള്ള ശ്രമമാണിതെന്നും സജി ചെറിയാൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പിലെ വീടുകൾക്കുള്ള ചിലവ് എത്രയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ വ്യക്തമാക്കി. മാതൃകാ വീട് നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയായിട്ടാണ് മന്ത്രി കണക്കുനിരത്തിയത്.
ഒരു വീടിന് 30 ലക്ഷം രൂപ ചെലവായെന്നും എന്നാൽ ആ തുകയ്ക്കനുസരിച്ചുള്ള വലിപ്പം വീടിനില്ല എന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് വീടിന്റെ സവിശേഷതയും ചിലവും വിശദീകരിച്ച് മന്ത്രി കുറിപ്പിറക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്നും ഉപകരണങ്ങൾ കാണാതായിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഉപകരണങ്ങൾ ഒന്നും കാണാതായിട്ടില്ല. 14 ലക്ഷം രൂപ വില വരുന്നതാണ് ഓസിലോസ്കോപ്പ്. ആ ഉപകരണത്തിന്റെ എല്ലാ ഭാഗങ്ങളുമുണ്ട്. ഉപകരണങ്ങൾ കേടാക്കിയിട്ടില്ല എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. മന്ത്രി പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം നടന്നോട്ടെ എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ എതിർക്കുന്നു പ്രോസിക്യൂഷൻ. ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ജാമ്യം നൽകുന്നതിനെ എതിർത്തത്. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ സാങ്കേതികമായി എതിർത്തെങ്കിലും കന്യാസ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇന്നത്തേക്കു മാറ്റി. ഛത്തീസ്ഗഡിൽ ദുർഗിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം ഉറപ്പുവരുത്തുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടും സ്ഥിതി മാറിയെന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത്. സർക്കാരിന്റെ വക്കീൽ കന്യാസ്ത്രീകൾ ജാമ്യമില്ലാ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ പറഞ്ഞു. അതോടെ സ്ഥിതികൾ മാറിയതായിരുന്നു. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് ചില നിക്ഷിപ്ത താൽപ്പര്യമുള്ളതുകൊണ്ടാണെന്നും ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന കടന്നാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണെന്നും തെറ്റായ നിലപാട് തുറന്നു കാണിക്കാൻ ഓഗസ്റ്റ് 3-4 തീയതികളിൽ LDF പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പോലീസ് നോക്കി നിൽക്കെയാണ് സംഘപരിവാർ കടന്നാക്രമണം ഉണ്ടായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി വീണ്ടും കത്തയച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമപ്രകാരമല്ല VC നിയമനം നടത്തിയത്. സുപ്രീം കോടതി വിധി വന്ന ശേഷവും അതിന്റെ അന്തസ്സത്തേക്ക് എതിരായ നടപടിയാണ് ഗവർണറിൽ നിന്നുണ്ടായത്. നിയമന നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണമെന്നാണ് കോടതി വിധി. ഇന്ന് നിയമിച്ചവർ സർക്കാർ പാനലിൽ ഉള്ളവരല്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരള സർവകലാശാലയിൽ തർക്കം രൂക്ഷമാകുന്നു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ വിളിച്ച യോഗത്തിൽ വാക്കുതർക്കമുണ്ടായി. PM ഉഷ നടത്തിപ്പിന്റെ ഓൺലൈൻ യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. 4 സിൻഡിക്കേറ്റ് അംഗങ്ങളും സസ്പെൻഷനിലുള്ള അനിൽകുമാറും യോഗത്തിനെത്തി. സബ് കമ്മിറ്റിയിൽ ഇല്ലാത്തവർ പുറത്തുപോകണമെന്ന് VC ആവശ്യപ്പെട്ടു. തർക്കം തുടർന്നപ്പോൾ VC യോഗം പിരിച്ചുവിട്ടു. യമനിൽ തടവിൽ കഴിയുന്ന നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അവകാശവാദം വീണ്ടും തള്ളി വിദേശകാര്യ മന്ത്രാലയം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ പരിഗണിച്ചില്ല. സ്വാഭാവിക നടപടിയായി മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി. ഹൈക്കോടതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രശസ്ത സാഹിത്യ വിമർശകനും എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനു 99 അന്തരിച്ചു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരിക്കെ വൈകിട്ട് 5ഓടെയാണ് അന്ത്യം. വ്യാഴാഴ്ച രാത്രി വീട്ടിൽ വെച്ച് വീണ് ഇടുപ്പെല്ലിന് പരിക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. പിന്നീട് ആരോഗ്യനില വഷളായി. അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ, പ്രഭാഷകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിലാണ് ജനനം. കൊച്ചി നഗരമായിരുന്നു പ്രവർത്തന മണ്ഡലം. എറണാകുളം മഹാരാജാസിൽ ഏറെക്കാലം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതീവ സമ്പന്നമായ കൂട്ടുകുടുംബത്തിൽ ജനിച്ച MK സാനു അകാലത്തിൽ അച്ഛൻ മരിച്ചതോടെ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങി. സ്കൂൾ അധ്യാപകനായാണ് പൊതുരംഗ പ്രവേശം.
പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപക വൃത്തിയിലേർപ്പെട്ടു. 1958 5 ശാസ്ത്രനായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. 1983 അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു. സ്ഥാപകാധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പിള്ളിയെ തുടർന്ന് 1986 പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി. കോൺഗ്രസ് നേതാവ് A.L. ജേക്കബിനെ പരാജയപ്പെടുത്തി 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1985, വയലാർ അവാർഡ് 1992, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2002, പത്മപ്രഭ പുരസ്കാരം 2011, N.K. ശേഖർ പുരസ്കാരം 2011, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2011, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം 2010, എഴുത്തച്ഛൻ പുരസ്കാരം 2013 തുടങ്ങിയ അംഗീകാരങ്ങൾ തേടിയെത്തി. ചൈനയിൽ നിന്ന് തുടർച്ചയായി അതിർത്തി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂട്ടാനുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതിനിടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്. ഇന്ത്യ-ചൈന അതിർത്തി തർക്കം രൂക്ഷമാവുന്നതിനിടെ ഗതാഗതവും സൈനിക നീക്കവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ നിർണായക നീക്കം. 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായ ഡോക്ലാമിന് സമീപം ഭൂട്ടാനിൽ ഇന്ത്യ നിർമ്മിച്ച റോഡ് കണ്ട് ഞെട്ടുകയാണ് ചൈന. ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബേയുൽ ഖെൻപിജോങ്ങിലെ നദീതീരത്ത് ടൗൺഷിപ്പ് നിർമ്മാണം നടത്തിയിരുന്നു ചൈന. വടക്കുകിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നുകയറുന്നതിന്റെ വിവരങ്ങൾ സാറ്റലൈറ്റ് ചിത്രത്തിലാണ് കഴിഞ്ഞ വർഷം തെളിഞ്ഞത്. ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 2020 മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് ദ്രുതഗതിയിലാക്കി. ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുകൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റമുണ്ടെന്നാണ് സൂചന. എന്നിട്ടും ഇത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. 8 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാന് ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭൂട്ടാനെ സൈനികമായി സഹായിക്കുന്ന റോഡ് ഇന്ത്യ പൂർത്തിയാക്കുന്നത്. ഇതോടെ ഡോക്ലാം പ്രവിശ്യയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്താനാകും. ഇതിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതും സൈനിക നീക്കവും എളുപ്പത്തിൽ സാധ്യമാകും. ഡോക്ലാമിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റോഡ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏകദേശം 254 കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂട്ടാൻ പ്രധാനമന്ത്രി തോബ്ഗെ ഷെറിംഗ് വെള്ളിയാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാനിലെ തദ്ദേശീയരെ സഹായിക്കുന്നതിനും ആവശ്യമെങ്കിൽ സുരക്ഷാ സേനയുടെ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ റോഡ് സഹായിക്കും. ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ്. ചുംബി താഴ്വരയിൽ ചൈന സൈന്യരെ വിന്യസിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ സൈന്യത്തെ വേഗത്തിൽ ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിലെത്തിക്കാൻ ഈ റോഡ് സഹായിക്കും. ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ്. ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്ന് ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നു. 2017 സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു. അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ഡോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമൂച്ചു നദീതടത്തിൽ 3 ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശം. ഈ സാഹചര്യത്തിലാണ് ചൈനയെ വെല്ലുവിളിച്ച് ഭൂട്ടാനിലെ ഇന്ത്യയുടെ റോഡ് നിർമ്മാണം. ചൈനയിൽ നിന്ന് തുടർച്ചയായി അതിർത്തി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂട്ടാനുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ. 2017 ഡോക്ലാമിൽ ജംഫരി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. ഓപ്പറേഷൻ ജൂനിപ്പർ നീക്കത്തിലൂടെ ഇന്ത്യ ഈ നിർമ്മാണം തടഞ്ഞിരുന്നു. ഇന്ത്യൻ സൈന്യം ഡോക്ലാമിലേക്ക് പ്രവേശിച്ച് ചൈനീസ് സൈനികരെ തടഞ്ഞിരിക്കുന്നു. 72 ദിവസത്തോളം നീണ്ട സംഘർഷ സാഹചര്യത്തിനൊടുവിലാണ് മേഖലയിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറിയത്. ഇതോടെ ചൈന ഡോക്ലാമിൽ ആധാര സൗകര്യങ്ങളും ഹെലിപാഡുകളും നിർമ്മിക്കുകയും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു.
ഭൂട്ടാന്റെ സമീപ പ്രദേശമായ ഡോക്ലാം, സിക്കിം, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറെ തന്ത്രപ്രധാനമാണ് ഈ പ്രദേശം. ഡോക്ലായിൽ കടന്നുകയറിയ ചൈനീസ് പട്ടാളത്തെ ഇന്ത്യ നേരിട്ടത് 2017 ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 28 വരെ നീണ്ട ഓപ്പറേഷൻ ജൂനിപ്പർ എന്ന നടപടിയിലൂടെയാണ്. റോഡ് നിർമ്മിക്കാനായി ബുൾഡോസർ അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചാണ് അന്ന് ചൈന കടന്നുകയറിയത്. ഡോഗ്ലാം കടന്ന് ജംഫരി മുനമ്പിലെത്തിയാൽ ബംഗാളിലെ സിലിഗുരി വരെ നിരീക്ഷിക്കാനും ബംഗാളിനെ വടക്കുകിഴക്കൻ സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ ഇന്ത്യൻ പ്രദേശം നിയന്ത്രിക്കാനും ആവും. ഇതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇന്ത്യ നിർണായക ഇടപെടൽ നടത്തുന്നത്.